ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി.എം. ഹോപ്പിംഗ്സിൻ്റെ വിൻഡോവർ എന്ന് പറഞ്ഞ പോമാണ്. ഇനി നമുക്ക് ഓതറിനെ ഡിസ്കസ് ചെയ്യാം. ജി.എം. ഹോപ്പിംഗ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയറ്റ് ആണ്, ജൂത്ത് പ്രീസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള യൂണിക് പോയറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്പ്രിംഗ് റീതു ആണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോയിട്രീസിലൊക്കെ മെയിൻലി യൂസ് ചെയ്തിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ഗോഡ് ആൻഡ് സ്പിരിച്വാലിറ്റി, ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ബ്യൂട്ടി ആൻഡ് സഫറിംഗ് ഒക്കെയാണ് അദ്ദേഹം അഡ്മയർ ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടി ഓഫ് നേച്ചർ, അതേപോലെ അദ്ദേഹം വിശ്വസിച്ചിട്ടുള്ളത്, ബിലീവ് ചെയ്തിട്ടുള്ളത് നേച്ചർ റിഫ്ലക്ട് ഗോഡ്സ് പ്രസൻസ്, നേച്ചർ റിഫ്ലക്ട് ചെയ്യുന്നത് ഗോഡ്സിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ പ്രസൻസോട് കൂടിയാണ് എന്നാണ്. അപ്പോൾ ഹോപ്പിംഗ്സ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് പോയിറ്റ് ആണ്. അത് യൂസ് ചെയ്തിട്ടുള്ളത് മ്യൂസിക്കൽ ലാംഗ്വേജ് ആൻഡ് പവർഫുൾ ഇമാജിനറി ആണ് ടു എക്സ്പ്രസ് ചെയ്യാനാണ് ബ്യൂട്ടി ഓഫ് നേച്ചറിനെയും ആൻഡ് ഫെയ്ത്ത് ഓഫ് ഗോഡിനെയും, നേച്ചറിന്റെ ബ്യൂട്ടിനെയും ഗോഡിന്റെ ഫെയ്ത്തിനെയും എക്സ്പ്രസ് ചെയ്യാനാണ് അദ്ദേഹം മ്യൂസിക്കൽ ലാംഗ്വേജ് ആൻഡ് പവർഫുൾ ഇമാജിനറി യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോമിനെ കുറിച്ചാണ്. ഈ പോം ഒരു സോണറ്റ്, ദ വിൻഡോവർ എന്ന് പറയുന്ന ഈ പോം ഒരു സോണറ്റാണ്. അത് എഴുതിയിരിക്കുന്നത് ജി.എം. ഹോപ്പിംഗ്സ് ആണ്. അത് 1877 എഴുതിയിട്ടുള്ളത്. ഈ പോമിന് ഒരു സബ് ടൈറ്റിൽ ഉണ്ട്, ടു ക്രൈസ്റ്റ് അവർ ലോഡ്. ഈ സബ് ടൈറ്റിൽ കൊണ്ട് ഷോൺ ചെയ്യുന്നത്, ഈ സബ് ടൈറ്റിൽ പോയിറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ടു ക്രൈസ്റ്റിനാണ്. അതേപോലെ തന്നെ ദ പോയറ്റ് കമ്പയർസ് ബ്യൂട്ടി, പവർ, മെജസ്റ്റി ഓഫ് ദ വിൻഡോവർ ബേർഡ് ടു ഗ്രേറ്റ്നെസ് ഇൻ ടു ദ ക്രൈസ്റ്റ്. അതുപോലെ തന്നെ ഈ പോയം ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോയറ്റ്സ് അഡ്മിറേഷൻ ഫോർ എ വിൻഡോവർ. ഈ വിൻഡോവർ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ഫാൾക്കൺ ആണ്, ഒരു ടൈപ്പ് ഓഫ് ബേർഡാണ്. ഫ്ലൈയിങ് ബ്യൂട്ടിഫുൾ ഇൻ ദ സ്കൈ, അതങ്ങനെ ആകാശത്തിൽ കൂടെ പറക്കുന്നത് കാണാൻ വളരെ വളരെ ഭംഗിയാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബേർഡിൻ്റെ സ്ട്രെങ്ത്ത്, സ്പീഡ് ആൻഡ് ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റ് ഫിൽഡ് വിത്ത് പോയറ്റ്, ഇതൊക്കെ പോയറ്റ് ഫിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് വിത്ത് വണ്ടർ ആൻഡ് ജോയ് വെച്ചിട്ടും വണ്ടർ വെച്ചിട്ടും ഈ ഒരു ഗ്രീസ്ഫുൾ മൂവ്മെൻറ്റ് അദ്ദേഹം പോയിറ്റ് ഫിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹോപ്പിംഗ്സ് കമ്പയർ ബേർഡ്സ് ടു ക്രൈസ്റ്റ്, ബേർഡിനെ ക്രൈസ്റ്റ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഷോസ് ഹൗ നേച്ചർ റിവീൽസ് ഡിവൈൻ ബ്യൂട്ടി ആൻഡ് സ്പിരിച്വൽ പവർ. അതേപോലെ തന്നെ ഡിവൈൻ ബ്യൂട്ടിനെയും സ്പിരിച്വൽ പവറിനെയും എങ്ങനെയാണ് നേച്ചർ റിവീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പോയത്തിൽ റിച്ച് ഇമാജിനറി, മ്യൂസിക്കൽ ലാംഗ്വേജ് ആൻഡ് ഹോപ്പിംഗ്സിൻ്റെ സ്പെഷ്യൽ പോയറ്റിക് സ്റ്റൈലായിട്ടുള്ള സ്പ്രിംഗ് റിതൊക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഈ പോയത്തിൽ ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് നേച്ചർ, ബ്യൂട്ടി, സാക്രിഫൈസ്, കറേജ് ആൻഡ് സ്പിരിച്വാലിറ്റി, ഇതൊക്കെയാണല്ലേ തീംസ് എന്ന് പറയുന്നത്. നമുക്ക് പോയത്തിൻ്റെ അനാലിസിസിലോട്ട് പോകാം. ഈ പോം ഒരു സോണറ്റാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ സോണറ്റ് നമുക്കറിയാം, സോണറ്റ് 40 ലൈൻസ് ഉള്ള ഇതാണ് സോണറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ഉണ്ട്, ഷേക്സ്പിയൻ സോണറ്റും ഉണ്ട്, പാട്രിയാർക്കൻ സോണറ്റും ഉണ്ട്. അപ്പോൾ ഈ പോം എന്ന് പറയുന്നത് പാട്രിയാർക്കൻ സോണറ്റാണ്. ഈ സോണറ്റ് ഫസ്റ്റ് 8 ലൈൻസ് ആൻഡ് 6 ലൈൻസ് ആയിട്ടാണ് പറയുന്നത്. അതാണ് പാട്രിയാർക്കൻ സോണറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ആദ്യത്തെ 8 ലൈൻസിൻ്റെ അനാലിസിസ് നോക്കാം. ഈ പോമിൻ്റെ തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ആകാശത്തെ വളരെ മനോഹരമായി പറക്കുന്ന ഒരു പരുന്ത് അല്ലെങ്കിൽ ഒരു ഫാൽക്കനെ നമ്മുടെ കവി കാണുകയാണ്. ഓക്കെ, അപ്പോൾ ആ കാഴ്ചയിൽ അദ്ദേഹം ആ ബേർഡിനെ വിളിക്കുന്നത് ഡെലൈറ്റ്, പ്രിൻസ് ഓഫ് ഡെലൈറ്റ്, അതായത് പകൽ വെളിച്ചത്തെ രാജകുമാരൻ എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. കാരണം അതിൻ്റെ ബ്യൂട്ടി, ആ പവർ, അതിനെ കൊണ്ടാണ്, ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു പവർ, ആ ഒരു ബ്യൂട്ടി കാരണമാണ് അദ്ദേഹം അങ്ങനെ പ്രിൻസ് ഓഫ് ഡെലൈറ്റ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്. ആ ബേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ആ ഒരു എയറിലൂടെ, ആ ഒരു ആകാശത്തൂടെ പറക്കുന്നത്. അതുപോലെ തന്നെ ആ ഫാൽക്കൺ വളരെ പ്രൗഡായിട്ടാണ് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് അത്രയും ഹൈ ആയിട്ടുള്ള സ്കൈയിലൂടെ അത് ആ ബേർഡ് പറക്കുന്നത്. അതുപോലെ തന്നെ ആ ബേർഡ് അതിൻ്റെ വിങ്സ്, അതിൻ്റെ ചിറകുകളെല്ലാം വളരെ ഭംഗിയോട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. ഇതൊക്കെ നമ്മുടെ പോയിറ്റ് കാണുമ്പോൾ പോയിറ്റിന് ഫീൽ ആവുന്നത് ഡീപ്പ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ജോയ് ആണ് വൈൽ വാച്ചിങ് ദ ബേർഡ്, ആ ബേർഡിനെ കാണുമ്പോൾ. അതേപോലെ തന്നെ ഒരു ലൈൻ ഉണ്ട്, മൈ ഹാർട്ട് ഇൻ ഹൈഡിങ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാർട്ട്, ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർട്ടിന് ഇങ്ങനെ എന്താ പറയുക, ഒരു തുടിപ്പ് ഹൈഡ് ചെയ്യുന്ന പോലെ വളരെ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോയിറ്റ് അഡ്മയർ ചെയ്യുന്നത് ബേർഡ്സ് ഗ്രേറ്റ് സ്കിൽ ആൻഡ് പവറിനെയാണ്. ആ ഒരു ഗ്രേറ്റ് സ്കില്ല്, ആ ഒരു ബേർഡിന് കിട്ടിയ ആ ഗ്രേറ്റ് സ്കില്ലിനെയും ആ ഒരു പവറിനെയാണ് നമ്മുടെ പോയിറ്റ് എന്ത് ചെയ്യുന്നത്, അഡ്മയർ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടൊരു പോമാണ്, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു പോം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നെക്സ്റ്റ് 6 ലൈൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബേർഡ്സിന് പലപ്പോഴും സ്ട്രെങ്ത്, ബ്യൂട്ടി, കറേജ്, ആക്ഷനൊക്കെ ഇപ്പോൾ ഒരുമിച്ച് വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് മൊമെൻറ്റ്, അതേസമയം ഈ ബേർഡ് എയറിലൂടെ വളരെ ശക്തമായി, വളരെ പവർഫുള്ളി ഫ്ലൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ദ ബേർഡ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ബേർഡ്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എന്താ പറയുന്നത്, വളരെ ഷൈനി, ബ്രൈറ്റ് ആയിട്ട്, വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഫയർ പോലെയാണ് നമുക്ക് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോയിട്ട് പറയുന്നത് ഈ ബേർഡ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ അവരുടെ ഹാർഡ് വർക്ക് സാധാരണ വസ്തുക്കളെ പോലും മനോഹരമായി പ്രകാശിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഈ കത്തുന്ന കൽക്കരി പൊട്ടുന്ന പോലെ, അതേപോലെ തിളങ്ങുന്ന സ്വർണ്ണ ചുമപ്പ് തീ പ്രകാശിക്കുന്നു, അങ്ങനെയൊക്കെയാണ് അവരെന്ന് പറയുന്നത് അവരെ കാണപ്പെടുന്നത്, അവർ ചെയ്യുന്നത്. ആൻഡ് യാഥാർത്ഥ സൗന്ദര്യവും മഹത്വവും പലപ്പോഴും പോരാട്ടത്തിലൂടെയും
കഷ്ടപ്പാടിലൂടെയുമാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മുടെ കവിതയുടെ അർത്ഥമാക്കുന്നത്. ഇതിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പോയിട്ട് പറയുന്നത് എല്ലാം നിർമ്മിച്ചത് ക്രിയേറ്റ് ചെയ്തത് ഗോഡാണ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് ആണ്. ബിക്കോസ് നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഗോഡിൻ്റെ പ്രസൻസിന് മൂലമാണെന്നൊക്കെയാണ് ഈ പോമിൽ പറയുന്നത്. ഫസ്റ്റ് 8 ലൈൻസിൽ കൂടുതലായിട്ട് നമ്മുടെ പോയിട്ട് മുതൽ കൊടുക്കുന്നത് ബേർഡിനെ കുറിച്ചാണ്. ആ ഒരു ഫോൾഗൻ ബേർഡിനെ അല്ലെങ്കിൽ വിൻഡോവർ ബേർഡിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ലാസ്റ്റ് 6 ലൈൻസിൽ പറയുന്നത് ഗോഡ്സ് ക്രിയേഷൻ ഈസ് ഡിവൈൻലി ബ്യൂട്ടിഫുൾ. പോയിറ്റിലെ സിംബോളിസം എന്ന് പറയുന്നത് വിൻഡോവർ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് സ്പിരിച്വൽ ബ്യൂട്ടി സ്ട്രെങ്ത് ആണ്. ഫയർ എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്. ഫൈറ്റ് എന്ന് പറയുന്നത് ഫ്രീഡം ആൻഡ് പവർ. അതുപോലെ തന്നെ പോമില് വിഷ്വൽ ഇമേജസ് ഉണ്ട്, മലിട്രേഷൻ ഉണ്ട്, മെറ്റഫർ, സിമിലി, ഇമാജിനറി, പേഴ്സോണിഫിക്കേഷൻ, പാരഡോക്സ്, ഇതൊക്കെ അതിലുള്ള ഫിഗർ ഓഫ് സ്പീച്ചസ് ആണ് കേട്ടോ. എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഏതെങ്കിലും പോംസോ സ്റ്റോറീസോ ക്ലാസ് വേണമെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.